പുരുഷന്മാരേക്കാൾ കൂടുതൽ സ്ത്രീകളുള്ള ഏക കേന്ദ്രഭരണ പ്രദേശം ഏത്? ഉത്തരം പോണ്ടിച്ചേരി. ജനസംഖ്യയിലെ മരണപ്രക്രിയയെക്കുറിച്ചുള്ള പഠനത്തിന്റെ പേരെന്ത്? ഉത്തരം മർത്യതാ പഠനം. സിന്ധു നദീതട കേന്ദ്രമായ ഹാരപ്പ കണ്ടെത്തിയതാര്? ഉത്തരം ദയാറാം സാഹ്നി. ഹാരപ്പ, മോഹൻജൊദാരോ എന്നീ സിന്ധു നദീതട കേന്ദ്ര പ്രദേശങ്ങളെന്ന് ഏത് രാജ്യത്താണ്? ഉത്തരം പാകിസ്ഥാൻ. മരിച്ചവരുടെ കുന്ന് അല്ലെങ്കിൽ മല എന്നറിയപ്പെടുന്ന സിന്ധു നദീതട കേന്ദ്രം ഏത്? ഉത്തരം മോഹൻജൊദാരോ. അഞ്ചാമത്തെ വേദം എന്നറിയപ്പെടുന്നത്? ഉത്തരം മഹാഭാരതം. ഋഗ്വേദം മലയാളത്തിലേക്ക് പരിഭാഷപ്പെടുത്തിയത് ആര്? ഉത്തരം വള്ളത്തോൾ നാരായണ മേനോൻ. മഹാഭാരതത്തിന്റെ ആത്മാവ് എന്നറിയപ്പെടുന്നത്? ഉത്തരം ഭഗവത്ഗീത. കാഷായ വേഷം ധരിക്കാത്ത സന്യാസി എന്നറിയപ്പെട്ട നവോത്ഥാന നായകൻ ആര്? ഉത്തരം ചട്ടമ്പി സ്വാമികൾ. ഫസ്റ്റ് ലേഡി ഓഫ് ഇന്ത്യൻ സിനിമ എന്നത് ആര്? ഉത്തരം ദേവിക റാണി റോറിച്ച്. ഇന്ത്യൻ സിനിമയിലെ പ്രഥമ വനിത? ഉത്തരം നർഗീസ് ദത്ത്. ആയിരത്തി 1913 ഇന്ത്യയിൽ പുറത്തിറങ്ങിയ ആദ്യത്തെ മുഴുനീള ചലച്ചിത്രം ഏതായിരുന്നു? ഉത്തരം രാജാ ഹരിചന്ദ്ര. ഏറ്റവും അധികം തവണ സിനിമയാക്കിയ ഇന്ത്യൻ നോവൽ ഏത്? ഉത്തരം ദേവദാസ്. മലയാളത്തിലെ ആദ്യ കളർ ചിത്രം ഏത്? ഉത്തരം കണ്ടം വച്ച കോട്ട്. കൊല്ലം ജില്ലാ ഗ്രന്ഥാലയം ഏർപ്പെടുത്തിയ കടമ്മനിട്ട കവിതാ പുരസ്കാരത്തിന് ആരെയാണ് തിരഞ്ഞെടുത്തത്? ഉത്തരം കുരീപ്പുഴ ശ്രീകുമാർ. കോഫി ഹൗസ് കമ്പനിയായ സ്റ്റാർബക്സിന്റെ CEO ആയി അടുത്തിടെ ചുമതലയേറ്റത് ആര്? ഉത്തരം ലക്ഷ്മൺ നരസിംഹൻ. ഇൻവെസ്റ്റ് ഇന്ത്യയുടെ MDയും CEOയുമായി നിയമിതയായത് ആര്? ഉത്തരം മൻമീത് K നന്ദ. 2023 ലോക ക്ഷയരോഗ ദിനത്തിന്റെ പ്രമേയം എന്ത്? അതെ, നമുക്ക് TV അവസാനിപ്പിക്കാം. കേരളം, തമിഴ്നാട് എന്നീ സംസ്ഥാനങ്ങളിലായി വ്യാപിച്ചു കിടക്കുന്ന ബയോസ്ഫിയർ റിസർവ്? ഉത്തരം അഗസ്ത്യമല. അഭിഭാഷകനായി എൻറോൾ ചെയ്ത സംസ്ഥാനത്തെ ആദ്യത്തെ ട്രാൻസ്ജെൻഡർ? ഉത്തരം പത്മലക്ഷ്മി. വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്ത് ചാനലിനെ സപ്പോർട്ട് ചെയ്യുക. താങ്ക് യു.